ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്യാണ്. എന്തൊക്കെ വിശേഷങ്ങള്? ഇന്നലെയൊക്കെ ഓണ ആഘോഷം, അതിന് ദിവസം ഉത്രാട ആഘോഷം എല്ലാം കഴിഞ്ഞ് നല്ല വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് അതിൻ്റെ ആലസ്യത്തിലൊക്കെ പെട്ട് ഇങ്ങനെ പായസം, ബാക്കി വന്ന പായസമൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ കുടിച്ച് അല്ലേ, വളരെ സന്തോഷപൂർവമായ ആലസ്യത്തിൽ ഇങ്ങനെ ഹാങ് ഓവറിൽ നിൽക്കുകയാണ് അല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ? എല്ലാവരും ആ കണ്ടീഷനിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നമ്മൾ നല്ലൊരു ഓണം ആഘോഷിച്ചു എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇന്നലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ അതിമനോഹരമായ ഒരു ഓണം ആഘോഷിക്കുകയുണ്ടായി. യെസ്, ഇന്നലെ പൊളിയായിരുന്നു. കറക്റ്റാണ്. ഇന്നലെ പ്രതീക്ഷിച്ചതിനും അതുക്കും മേലെയായിരുന്നു പരിപാടികൾ. അവസാനം ആരൊക്കെ എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ അഡ്മിന്മാരൊക്കെ കൺഫ്യൂഷൻ ആയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ശരി, കറക്റ്റ് രാധിക പറഞ്ഞ കൃത്യമാണ്. ദൈവീകമായ ഓണമായിരുന്നു നമ്മൾ ഇന്നലെ ആഘോഷിച്ചത്. അത്രയൊന്നും ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും ഇന്നലെ ആരെങ്കിലും മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ എത്താൻ പറ്റാതിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താ പറയാ, അവർക്കൊക്കെ ഒരു വലിയ നഷ്ടമായിരുന്നു എന്നുള്ള ലൈവായിട്ട് ആ സെഷൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു, അനുഭവിക്കേണ്ടതായിരുന്നു. എല്ലാവരും അവസാനം പാട്ട് പാടാത്ത ഓരോ ആൾക്കാരും പാട്ട് പാടാൻ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് പാട്ട് പാടുകയായിരുന്നു. ഒരു ദിവസം എനിക്ക് ഇന്നലെ തീരുമാനിച്ചൊരു കാര്യമാണ്, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടണം. ഒരു ദിവസം മുഴുവൻ ലൈവായിട്ട് കേരളത്തിൽ നിന്നുകൊണ്ട്, കേരളത്തിന് പുറത്തുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. യു എയിലുള്ളവർക്ക് നമുക്ക് യു എയിൽ ഒരു ദിവസം കൂടാം, അല്ലെങ്കിൽ ഖത്തറിലും സൗദിയിലും ഒമാനിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ യു എയിലേക്ക് വരാം, എന്നിട്ട് യു എയിൽ ഒരു ദിവസം കൂടാം. അതുപോലെ തന്നെ നാട്ടിലും ഒരു ദിവസം നമ്മൾ കൂടും എത്രയും പെട്ടെന്ന് എന്നുള്ളൊരു ആഗ്രഹം, ഒരു സന്തോഷം. മീറ്റപ്പ് നമ്മൾ ഉടനെ തന്നെ ഉണ്ടാവും. അത് വിഭവസമൃദ്ധ സദ്യയോട് കൂടി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ ഇതേപോലെ ഒരു പരിപാടി നമ്മുടെ ബോൾഗാട്ടി പാലസിൽ കണ്ടക്ട് ചെയ്യണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ഫുള്ളായിട്ട് ഓർഗനൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വേറെ ടീമിന്റെ പാട്ടായിരുന്നു. വല്ലാത്തൊരു അനുഭവമായിരുന്നു. നല്ല വിഭവ സമ്പ്രദായ സദ്യയൊക്കെ ഒരുക്കി ബോൾഗാട്ടി പാലസിൽ വലിയ പരിപാടി നടത്തിയത്. അപ്പം അതുപോലെ നമുക്ക് താമസിയാതെ കൂടാം. എല്ലാവരും റെഡി ആയിരിക്കുക. എത്ര പേര് അതിന് റെഡിയാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എത്ര പേര് അങ്ങനെ ഒരു മീറ്റ് വെച്ചാൽ വരാൻ റെഡിയാണ്? Come on, let's find out that something, because I have that happy moments we can. അല്ല, റോബിൻ സാറിന്റെ കൂടെ അല്ല, ഞാൻ വേറെ ഇതായിരുന്നു പരിപാടി. യെസ്, എല്ലാവരും റെഡിയാണ്. ഇപ്പൊ തന്നെ അതിന് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. താമസിയാതെ നമുക്ക് നല്ലൊരു പരിപാടി കണ്ടക്ട് ചെയ്യാന്നുള്ള ആഗ്രഹം. നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഉടനെ കൂടാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും സർവേശ്വരൻ എത്രയും പെട്ടെന്ന് ഒരുക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. സർവേശ്വരന് മുമ്പിൽ നമുക്ക് അതിനുവേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും മാനിഫെസ്റ്റേഷൻ തുടങ്ങാം അതിനു വേണ്ടി കേട്ടോ. ആ മാനിഫെസ്റ്റേഷനോടെ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും, അതുപോലെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരും, താല്പര്യമുള്ളവരൊക്കെ ഇപ്പൊ തന്നെ അറിയിച്ചോളുക. വി ആർ കമ്മിങ്. നമുക്ക് എത്രയും പെട്ടെന്ന് യു എയിലും ഇന്ത്യയിലും നാട്ടിലും രണ്ട് സ്ഥലത്തും ഒരു പരിപാടി എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്യാം. എല്ലാവരും റെഡി ആകുന്നവർ ഇപ്പൊ തന്നെ റെഡിയാകുക. നമുക്ക് എപ്പോൾ തുടങ്ങാന്നുള്ളത് നമ്മുടെ എല്ലാ ആൾക്കാരുടെ ലിസ്റ്റിനനുസരിച്ച് നമുക്ക് എപ്പോൾ പരിപാടി വെക്കാമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. എല്ലാവരോടും സന്തോഷപൂർവ്വം എല്ലാവരെയും കാണാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം അല്ലെ. വേറെ കുറെ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉടനെ പറഞ്ഞു പോവുക. അത് മറ്റുള്ളവർക്ക് ഒരു കാര്യം ഞാൻ ചേർത്ത് പറഞ്ഞു പോകാം. നിങ്ങൾ ഈ ലൈവ് സെഷനിൽ വന്നിട്ട് നിങ്ങളെ തിങ്സ് ഷെയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പറയാനുള്ള. നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും എന്തെങ്കിലും രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പബ്ലിക്കൽ പ്ലാറ്റ്ഫോമിൽ പറയരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇന്നിപ്പോൾ ഇമോഷനിൽ പുറത്ത് നിങ്ങൾ പറഞ്ഞെന്ന് വരാം, പക്ഷേ ബാഹികമായ സമ്മർദ്ദങ്ങളിൽ പെട്ടുപോകുമ്പോൾ ആ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അയ്യോ അവിടെ വേണ്ടായിരുന്നു തോന്നും. അതുകൊണ്ട് എപ്പോൾ സംസാരിക്കുമ്പോഴും അവധാനതയോടുകൂടി സംസാരിക്കുക. അതിന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറില്ലേ, വാക്കുകളാണ് ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു, പ്രവൃത്തികൾ ജീവിതമായി മാറുന്നു എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുക, ചിന്തിച്ചിട്ട് പറയുക, പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക്
പല കാര്യങ്ങളിലും പല വാക്കുകളിലും അടുക്കും ചിട്ടം റീഫ്രെയിമിംഗ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നതിന് വാക്കുകളെ അടുക്കും ചിട്ടയോടുകൂടി ഉപയോഗിക്കാൻ ഏതൊരാൾ ശീലിക്കുന്നുവോ അവനാണ് യഥാർത്ഥ നായകൻ എന്നാണ് ഗുരു ചാണക്യൻ പറയാറുള്ളത്. ചാണക്യ സൂത്രം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ അപ്പുറത്താണുള്ളത്. ഓരോ കാര്യങ്ങളും ഗുരു നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയെ പറ്റിയും എല്ലാ എല്ലാ കാര്യങ്ങളെ പറ്റിയും ചാണക്യൻ സൂത്രത്തിൽ വിശദീകരിച്ച അത്രയും വേറെ ഒരു ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോട് വേണം കൈകാര്യം ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും. എല്ലാവരും ഹാപ്പി അല്ലേ? യെസ്. ആ വേർഡ് വെച്ച് തന്നെ നമ്മൾ തുടങ്ങണം. ഒരു കാര്യം വെച്ചാലും നമ്മൾ അമാന്തിക്കരുത്. ഐ ആം ഹാപ്പി. ആ വേർഡ് ശരിക്കും ഒന്നുകൂടി പറയാം. യെസ് അല്ല വേണ്ടത്. യെസ് ഈസ് നോട്ട് ദ ആൻസർ. ഐ ആം ഹാപ്പി. യെസ് 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 യെസ്. ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ. ലവ് യു ഓൾ. അപ്പോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്യുന്ന ആരാണ്? വിജിൽ എന്തോ പറയാനുണ്ടോ? വിജിലെ അൺമ്യൂട്ട് ചെയ്യണം. ഹലോ. യെസ് വിജിൽ പറയൂ. ഹായ് സാർ, എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് നേരുന്നു. പിന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് സാറേ, ഈ ചില സമയത്ത് നമ്മളെ ഫോക്കസ് എന്താ പറയാ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആവുകയാണ്. മീൻസ് നടക്കുവോ എന്നുള്ള ഒരു ചിന്താഗതി വരുന്നത്. ഈ മെഡിറ്റേഷൻ കഴിഞ്ഞു ആ സമയത്ത് ഞാൻ രാവിലെ 5:30 ഈ ഒരു സംഭവം എന്താ പറയാ എന്തോ പിടിച്ച് പിന്നോട്ട് വലിക്കുന്ന ഒരു ഫീൽ. മ്യൂട്ടായി പോയി. അൺമ്യൂട്ട് ചെയ്തോ വീണ്ടും. അതായത് മെഡിറ്റേഷൻ കഴിഞ്ഞു ഞാൻ ഒന്ന് ജസ്റ്റ് നടക്കാൻ ഇറങ്ങും രാവിലത്തെ. അപ്പോ പിന്നെ എന്തോ വിജിൽ ഒന്ന് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു സാധനം എന്താ പറയാ പിടിച്ചു വലിക്കുന്ന ഒരു ഫീൽ. മീൻസ് നെഗറ്റീവിലേക്ക് ചെയ്യാം. ഐ വിൽ ഗിവ് യു ആൻസർ ഫോർ ദിസ്. ഓക്കെ. അപ്പോ പിന്നെ അതായത് നമ്മൾ പിടിച്ചു വലിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നു. രാവിലത്തെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞു. ഞാൻ ബ്രഷൊക്കെ ചെയ്തു. അതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കും. ഒരു 2 കിലോമീറ്ററിനടുത്തോളം നടക്കും. നടന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് മതി എന്നുള്ള ഒരു എന്താ പറയാ പിടിച്ചു വലിക്കുന്ന ഒരു ഫീല്. ബിസിനസ് ഒന്നും എന്താ പറയണ്ട ഡൗണിലോട്ടേക്ക് പോകുന്ന ഒരു എന്താ പറയാ ഞാൻ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരു നെഗറ്റീവിലോട്ടേക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നു. ഇപ്പോ ഈ ഒരു മെഡിറ്റേഷൻ ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അതുവരെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ എന്താണ്? ശരി, 1 സെക്കൻഡ്. ജസ്റ്റ് ഐ വിൽ ഇന്ററപ്റ്റ് യു. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യങ്ങള് ഏതൊന്നും അവധാനതയോടുകൂടി, അവധാനത എന്ന് പറഞ്ഞാൽ അറിയാലോ, ശ്രദ്ധാപൂർവമായ ഇടപെടൽ എന്നാണ് അവധാനതയെ നമുക്ക് പറയാൻ പറ്റും. ശ്രദ്ധാപൂർവമായ ഇടപെടൽ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സാധനം. നമ്മൾ ഏതൊരു കാര്യത്തെ ചെയ്യുമ്പോഴും അതിനൊരു ശ്രദ്ധ നമ്മൾ കൃത്യമായി കൊടുക്കുന്നുണ്ടെങ്കിൽ then you will feel that what's happening on you. അല്ലേ? മനസ്സിലാക്കാൻ പറ്റും. സോ ഈ സംഭവം നിങ്ങൾ പറയുന്ന സംഭവം ഇറ്റ്സ് എ കോമൺ ഫോർ എവറിബഡിയാണ്. അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഈ മൈൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന് ഒരു വർക്കും ചെയ്യാൻ താല്പര്യമില്ല. വെറുതെ ഇരിക്കുക എന്നാണ് മൈൻഡിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പൾ. എത്ര കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ അത്രയും വെറുതെ ഇരിക്കുക എന്നത് മാത്രമാണ് മൈൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാനുള്ള വാക്ക് തന്നെ തിരിച്ചുപയോഗിക്കാം. വൈ യു വാണ്ട് ടു ടേക്ക് എൻ എക്സസൈസ്? ഒരു എക്സസൈസോ ഒരു ഹാബിറ്റോ ഒരു വാക്കിങ്ങോ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? വെൻ യു റൈസ് ആ ക്വസ്റ്റ്യൻ നിങ്ങളിൽ എപ്പോഴാണോ ഉണ്ടാവുന്നത്, ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എപ്പോഴാണോ തീരുമാനിച്ചു വെക്കുന്നത്, അപ്പോഴത് നിങ്ങളുടെ ആവശ്യമായി മാറും. ആ ആവശ്യമായി മാറാത്തിടത്തോളം കാലം നിങ്ങൾ ചെയ്യുന്നത് ആർക്കോ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. ആർക്കോ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിന് എപ്പോഴും റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മളിപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു.
പക്ഷെ അയാൾക്കത് താല്പര്യമില്ല. പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഹെൽപ്പ് ആവശ്യമുള്ള ഒരാൾക്ക് നമ്മളൊരു ഹെൽപ്പ് കൊടുത്താൽ മാത്രമേ അത് ഹെൽപ്പായി മാറുള്ളൂ. അല്ലെങ്കിൽ അത് നേരെ തിരിച്ച് ഉപദ്രവമായി മാറും. ഇതല്ലേ രണ്ടും തമ്മിൽ വ്യത്യാസം. അപ്പോൾ യെസ്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അതാണ് ഇന്നത്തെ ക്ലാസ്സും അത് തന്നെയാണ് കേട്ടോ. പർട്ടിക്കുലറായിട്ട് ഇന്നത്തെ ക്ലാസ്സിലെ പോയിന്റ് തന്നെയാണ് വിജിൽ ചോദിച്ചതും അത് തന്നെയാണ് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മാറ്റം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിൽ വിജിൽ ചോദിച്ച ചോദ്യമുണ്ട്. ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആലോചിച്ചില്ല, പിന്നെയാണ് ഓർത്തത്. അപ്പോൾ അത് ക്ലാസ് മുഴുവൻ കഴിയുമ്പോൾ വിജിലിന് അത് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ഒന്നും കൂടി കൂട്ടി പറയാം. ഹൗ ഡു യു ഡിഫൈൻ ദാറ്റ്? നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണോ പോസിറ്റീവ് തോട്ട്സ് ആണോ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണ്? ആ തോട്ട്സ് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എക്സസൈസ് ചെയ്യണ്ട, എനിക്ക് നടക്കണ്ട, തിരിച്ചു പോയാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ തോട്ട് യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആണോ നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. നിങ്ങൾ തീരുമാനിച്ച് എനിക്ക് 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ക്രൈറ്റീരിയ. അപ്പോൾ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ സ്റ്റോപ്പ് ചെയ്തല്ലോ, അയ്യോ അരമണിക്കൂർ ഞാൻ വിചാരിച്ച് നടന്നില്ല. പക്ഷെ അവിടെ നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടത് 1 മണിക്കൂർ ഫിക്സ് ചെയ്ത് ഞാൻ അരമണിക്കൂർ ചെയ്തല്ലോ. സോ ഐ ഡിഡ് എ ബെറ്റർ തിങ്സ്. ബിഫോർ ഐ വാസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. മുമ്പേ ഞാൻ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ ഞാൻ അരമണിക്കൂർ ചെയ്തു. സോ ഐ ആം ദ ബെസ്റ്റ് ഇൻ ദാറ്റ്. ഞാൻ അത്ര ചെയ്തല്ലോ. സോ ആ മെത്തേഡിലൂടെയാണ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയി മാറുക. നമ്മൾ എല്ലാവരും ചെയ്ത് നേരെ തിരിച്ചാണ്. നമ്മൾ തന്നെ 1 മണിക്കൂർ സെറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യും. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിന്റെ വിറ്റ്നസ്? ആരാണ് ഇതിന്റെ അനുഭവിക്കുന്ന ആൾ? നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനത്തെ നമ്മൾ തന്നെ അനുഭവിച്ച് നമ്മൾ തന്നെ സങ്കടപ്പെടുന്നു, അല്ലേ? ക്ലിയർ ആയോ ഈ സംഭവം? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക എന്ന് വെച്ചാൽ സിമ്പിൾ പ്രോസസ്സാണ്. റീപ്ലേസ് യുവർ തോട്ട്സ്. ഇതിന്റെ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടിട്ട് വർത്തമാനം പറയുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് പോവുകയാണെന്ന് ഫിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രോസസ്സാണ്. ക്ലിയർ? ഇത് ക്ലിയർ. ഓക്കെ, ദാറ്റ്സ് നൗ. ദെൻ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. രാധിക, യു ക്യാൻ ഷെയർ നൗ. ഓക്കെ, വിജിൽ സാറേ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇന്നൊരു ജയപ്രകാശ് സാറാന്ന് തോന്നുന്നു ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് കേട്ടപ്പാണ് ഞാൻ ഇന്ന് ഇപ്പൊ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് നാട്ടിലേക്ക് പോയിട്ട് രാവിലെ 3 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയപ്പം തന്നെ ഞാൻ ഓർത്തിട്ടുണ്ട് 5:30ക്ക് മെഡിറ്റേഷന്റെ അഫർമേഷനിൽ കയറണം. അപ്പൊ 5:15 അലാറം വെച്ചു. 5 മണിയാകുമ്പോ എന്നെ ആരോ തട്ടി വിളിച്ചതുപോലെ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, അല്ല വേണ്ട, കുറച്ച് സമയം കൂടി കിടക്കാം. പക്ഷെ എനിക്ക് ആ കിടക്കയിൽ കിടക്കാനേ പറ്റിയിട്ടില്ല. ഞാൻ എഴുന്നേറ്റു, കുളിച്ച് ഫ്രഷ് ആയി കറക്റ്റ് 5:30 ആകുമ്പോ ഞാൻ മെഡിറ്റേഷന് കയറി. പിന്നെ ഫുൾ ഈ 3-4 ദിവസം ഞാൻ ഇപ്പോഴും യാത്രയിലാണ്. ഫുൾ ടൈം യാത്രയായിരുന്നു. പക്ഷെ സാറിന്റെ ഒരു ക്ലാസ് പോലും ഞാൻ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കോ. എനിക്ക് നെറ്റ്, എല്ലാ ക്ലാസ്സിനും നെറ്റ് കിട്ടും, എല്ലാം ചെയ്തു. കറക്റ്റ് ആയിട്ട് ഞാൻ എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 4 ദിവസം ഭയങ്കര ബിസിയുമായിരുന്നു. പക്ഷെ അത് ആ സാറ് അങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് ഇവിടെ ഷെയർ ചെയ്യണം തോന്നി. പിന്നെ 1-2 നല്ല സംഭവങ്ങളും നടന്നു. സാർ അന്ന് ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യമുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അന്ന് എഴുതിയപ്പോ എനിക്കൊരു 10 എണ്ണം കിട്ടി. പിന്നെ ഞാൻ എഴുതുമ്പോ എനിക്കൊരു 20 എണ്ണമൊക്കെ ആയി. പക്ഷെ അതിൽ ഞാൻ എഴുതിയ ഒരു കാര്യമായിരുന്നു റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്ന്. ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്ന് ഞാൻ അങ്ങനെ ബന്ധങ്ങളൊന്നും അധികം ദേഷ്യം ഉണ്ടായിട്ടോ അങ്ങനെ ഇഷ്ടക്കുറവുകൊണ്ടോ ഒന്നും അല്ല. പക്ഷെ ഞാൻ അങ്ങനെ വിളിച്ച് അതൊന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എന്റേതായ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന. പക്ഷെ സാർ അത് എഴുതാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ അത് ഓർത്ത് എഴുതി. എനിക്ക് എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഫാമിലിയാണ്. ഇപ്പൊ കസിൻസ് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ പ്രിയപ്പെട്ട ഒരു അനിയത്തിയായിരുന്നു ഞാൻ. പക്ഷെ ഞാനിപ്പോ എന്റേതായ ഒരു ലോകത്ത് ഒതുങ്ങി നിൽക്കുന്നുണ്ടായി.
അപ്പൊ സാർ അത് പറഞ്ഞപ്പോ അന്ന് എഴുതിയതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അവരെല്ലാം വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓണത്തിന് വരുന്നുണ്ട്, എല്ലാരും ഉണ്ടാവുമോന്ന് ചോദിച്ചു. എല്ലാരും വിളിച്ചു, എല്ലാരും വന്നു, എന്നെ കണ്ടു ഭയങ്കര സന്തോഷത്തോടെ. അതിലെനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം, അതിന്റെ മുന്നേ എല്ലാരും അമ്മേനോടൊക്കെ പറയും ഇവള് വിളിക്കാറില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരാള് പോലും എന്നെ സങ്കടപ്പെടുത്തുന്നയോ കുറ്റപ്പെടുത്തുന്നയോ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അത്ര എന്താ പറയാ, ഞാനിങ്ങനെ പണ്ടത്തെ അവരെ അനിയത്തിക്കുട്ടിയായിട്ട് തന്നെ എനിക്ക് എങ്ങനെയാ അത് പറയണ്ടെന്ന് പോലും അറിയില്ല സാറ്. സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അവരെല്ലാം അങ്ങനെ അത്ര ഒരു വാക്കുകൊണ്ട് പോലും, ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരാള് പോലും എന്നെ കുറ്റപ്പെടുത്തുകയോ സങ്കടപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ മുന്നേ അമ്മേനോടൊക്കെ ഒരുപാട് പരാതി പറയുമായിരുന്നു. പക്ഷെ ഞാൻ അവരെ വിളിച്ച അന്ന് മുതല് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നു. അത് ശരിക്കും എനിക്ക് അവിടെ ഫീൽ ചെയ്തു. അത് ഞാൻ ഇവിടെ പറയണം എന്ന് വിചാരിച്ചിട്ട്, ഞാൻ ഇന്ന് നാളെ പറയാന്നാ വിചാരിച്ചേ, പക്ഷെ ഇന്ന് എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സാർ, ഒരുപാട് താങ്ക്സ്. താങ്ക് യു രാധിക. എനിക്ക് ഓർക്കുന്ന രാധിക ആദ്യം പറഞ്ഞ വാക്കാണ്, അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സാറേ ഞാൻ മാറിയിരിക്കും, എന്തായാലും ഞാൻ മാറിയിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ഓഫ് വേർഡ്സ്, യു ഡിസേർവ് ഇറ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. യു കീപ് ഗോയിങ്, ഈ യാത്ര താങ്ക് യു തുടരുക. സാർ. ഡിസേർവ് ചെയ്യുന്നു, നിങ്ങൾക്കത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിലേറെ സന്തോഷം മാത്രമേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഒന്നും പറയാനുണ്ടോ? ക്വിക്കായിട്ട് പറഞ്ഞോളൂ. കാരണം നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന മോട്ടിവേഷൻ ചെറുതൊന്നുമല്ല കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഒന്നും പറയില്ല, നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ഷെയർ ചെയ്യുക. അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ, ആർക്ക് വേണേൽ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഉണ്ടോ? സാർ, ഞാൻ ദിവ്യ. യെസ് ദിവ്യ, പറയൂ. എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാനിന്ന്. കാരണം വെച്ചാൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഒരു 1.5 ലക്ഷം രൂപയോളം 2 തവണയായിട്ട് ഹോസ്പിറ്റൽ കേസിനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു 2 വർഷത്തോളം ആയി, ഏകദേശം 2 വർഷത്തിനടുപ്പിച്ചായി അത് കൊടുത്തിട്ട്. പക്ഷെ ഞാൻ എന്റെ പല ആവശ്യങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഞാൻ അത് ചോദിക്കുന്ന സമയത്ത് പല പ്രാവശ്യമായിട്ട് ഒഴിഞ്ഞു മാറി ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആ ഒരു വ്യക്തി ഒരു തവണ ഞാൻ ചോദിച്ചപ്പോൾ, ഇച്ചിരി റൂഡായിട്ട് തന്നെ ചോദിച്ചപ്പം എന്റെ അടുക്കെ തരാൻ പറ്റില്ല, എന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു മുഷിഞ്ഞ ഒരു സ്വരത്തിൽ സംസാരിക്കുകയും, അപ്പൊ ഞാനത് വിട്ടു. ബന്ധം വെറുതെ വഷളാക്കണ്ടല്ലോ, എപ്പോഴെങ്കിലും കിട്ടുമ്പോ തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ടതാണ്. പിന്നീട് ഞാനത് ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഒരു 2 വർഷം ആകുന്നു ഏകദേശം. ഇപ്പം സാർ അന്നേരം നമ്മുടെ ഒരു ക്ലാസ്സിനകത്ത് ഇങ്ങനെ പറയണ്ടായിരുന്നല്ലോ, 11 പോർട്ടലിനെ കുറിച്ച് പറയണ്ടല്ലോ. അപ്പം അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ചെയ്ത സമയത്ത് അന്നേരം എനിക്കൊരു വിശ്വാസമുണ്ട്, ഈ ക്യാഷ് എന്റെ കയ്യിൽ വരും, എനിക്ക് അയാൾ തരും, അയാൾ തന്നെ വിളിച്ച് എനിക്ക് തരും എന്നുള്ളത്. അപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്യാഷ് റെഡിയായിട്ടുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്, എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ അങ്ങനെ മുഷിഞ്ഞു പറഞ്ഞതാണ്, കയ്യിലില്ലാഞ്ഞത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഴയ ആ ഒരു സൗഹൃദം തന്നെ പറഞ്ഞിട്ട് ക്യാഷ് റെഡിയായിട്ടുണ്ട്, ഞാൻ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മാക്സിമം എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരാം എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അദ്ദേഹം അത് പറഞ്ഞു. എനിക്ക് ഭയങ്കര, കാരണം ഞാൻ ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ച ഒരു കാര്യം എന്റെ കൈകളിലേക്ക് കിട്ടിയില്ലെങ്കിൽ പോലും എനിക്കത് എന്റെ കയ്യിലോട്ട് എത്തി തരാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു വാക്കുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ അതുപോലെ ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാനിപ്പം ഡയറക്ട് സെല്ലിങ്ങിനകത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്താണെങ്കിൽ എനിക്ക് ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും, കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ലായിരുന്നു. എന്റെ ബിസിനസ് ആദ്യമൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെങ്കിലും എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല കഴിഞ്ഞ ഒരു 6 മാസമായിരുന്നു. അപ്പം എന്താ എന്റെ പ്രശ്നം എന്നുള്ളത് പലപ്പോഴും ഞാൻ ആലോചിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, എന്റെ ഫാമിലിയിലുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ തന്നെ പുറകോട്ട് വലിയുന്നതാണ്. പക്ഷേ സാറിന്റെ ഈ ക്ലാസ് കേൾക്കാനും ഇപ്പൊ ഞാൻ കറക്റ്റായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വൈബ്രേഷൻ ആണ് സാർ. അത് എന്തുകൊണ്ടാണെന്ന് നീ പറഞ്ഞു തരണേ. ഭയങ്കരമായിട്ട് എനിക്ക് വൈബ്രേഷൻ ആണ്. അത് എനിക്ക് എന്തോ എനിക്കൊരു വല്ലാത്തൊരു ഫീലാണ്, ഒരു പ്ലസന്റ് ഫീൽ തന്നെയാണ്. പക്ഷെ ഒരു നല്ല ഇതാണ് എനിക്ക് അങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ. എനിക്കിപ്പം ആളുകൾ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നത്, എന്താണ് ദിവ്യ ചെയ്യുന്നത്, ദിവ്യയുടെ കൂടെ എനിക്ക് ജോയിൻ ചെയ്ത് അത് വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇതിനകത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, ക്യാഷ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം എന്നെ തഴഞ്ഞ ആൾക്കാർ തന്നെ എന്റെ അടുക്കിലോട്ട് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നു.
ഇത് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ആൾക്കാർ ഇപ്പൊ ഇങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളെങ്കിൽ പോലും എനിക്ക് ഒരുപാട് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് സാറിനോട് അതിനകത്ത് ഒരുപാട് നന്ദിയുണ്ട്, യൂണിവേഴ്സിറ്റിയോട് ഒരുപാട് നന്ദി. താങ്ക് യു സർ. യൂണിവേഴ്സ്, എല്ലാത്തിനും യൂണിവേഴ്സ്. ഓക്കെ, അത് ഭയങ്കര രസമുള്ള നിങ്ങൾ ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് എവിടെയെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്, കൂടുതൽ ചെയ്യാൻ പ്രേരണ നൽകുന്നത്. താങ്ക് യു. ഏതായാലും ആ എത്രയും കാശ് വന്നു എന്ന് പറയുന്നത് ഇത് 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 തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നിടത്ത് ആ വാക്കിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ആ വാക്കിന് വേറെ മലയാളമില്ല. നമ്മൾ ചിന്തിക്കുന്നതേ നടക്കുള്ളൂ. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷന് മുകളിലാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ആ ഇമാജിനേഷൻ സംഭവിക്കാൻ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഇമാജിനേഷൻ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഏതായാലും ദിവ്യ, താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് എക്സ്പീരിയൻസ്. അവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് ചേർത്ത് പറയാം, എല്ലാവരോടും ചേർത്ത് പറയാം. ഇതൊരു ജേണിയാണ്. ഇതൊരു ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജസ്റ്റ് എ ബിഗിനിങ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെ നമ്മൾ ഹാബിറ്റാക്കി മാറ്റി അതിനെ നമ്മൾ ക്യാരക്ടറാക്കിയിട്ട് എപ്പോഴാണോ മാറ്റുന്നത്, അപ്പോഴാണ് നമുക്ക് സ്ഥായിയായ ഭാവം ഉണ്ടാവുക. ഞാൻ ഒന്നുകൂടി പറയാം, എന്താ ഉദ്ദേശം എന്ന് പറയാം. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ സെനർജി കൊണ്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന അഫർമേഷൻസ് കൊണ്ട്, നിങ്ങൾ നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ സെനർജി കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ടുകൾ സംഭവിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴാണോ ഈ സെനർജിയിൽ നിന്ന് ഔട്ടാവുകയും നിങ്ങളുടെ എനർജി ലെവൽ താഴോട്ട് പോവുകയും ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പഴയ ഫലം തന്നെ ലഭിക്കും. അൺലെസ് ഇറ്റ്സ് നോട്ട് ബിക്കം യുവർ ക്യാരക്ടർ. നിങ്ങളെ ക്യാരക്ടറായി മാറുന്നത് വരെ നിങ്ങൾ ഈ പ്രക്രിയ തുടരുക തന്നെ വേണം. ഇറ്റ് മേ ടേക്ക് അറ്റ്ലീസ്റ്റ് മോർ ദാൻ 100 days ഓർ സം പീപ്പിൾ ഹാവ് മോർ. ആൾക്കാർക്ക് ചിലവർക്ക് അതിനേക്കാളും സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയാറില്ലേ, ഈ ഗ്രൂപ്പിൽ നിങ്ങൾ 365 days ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം ഒരു കോഴ്സ് തന്നിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടാൽ ഇത് നിൽക്കില്ല. ഇത് ഞാൻ വളരെ അനുഭവത്തിലൂടെ പറയാണ്. യു ഷുഡ് ഫോക്കസ് എവറി ഡേ ഇൻ യുവർ ലൈഫ് എന്നുള്ളത്. അപ്പോൾ ദിവ്യക്ക് സംഭവിച്ചതും മറ്റുള്ളവർക്ക് കിട്ടിയതുമായ, രാധികയ്ക്കും ലഭിക്കുന്നതുമായിട്ടുള്ള എല്ലാ അനുഭൂതികളും നിങ്ങൾക്ക് എന്നും ഉണ്ടാവാൻ, എന്നും ഇതൊരു റിച്വൽസായി, ഒരു സാധനാ കർമ്മമായി നിങ്ങൾ മാറ്റണം. അതുപോലെ ചെയ്താൽ എന്നും നിലനിർത്താൻ പറ്റും. ഇത് മറക്കരുത്. എല്ലാവരുടെ റിക്വസ്റ്റ് ആണത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സുധീഷ്, എന്തെങ്കിലും പറയുന്നുണ്ടോ? അവിടുന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ? പറഞ്ഞോ സാറേ. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരാൻ കഴിയുന്നില്ല. എനിക്ക് ശരിയായ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. മെഡിറ്റേഷൻ ശരിയായ രീതിയിൽ എത്താൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് എത്താൻ ആഗ്രഹിക്കുന്നത് മെഡിറ്റേഷനിൽ? മാനസികമായിട്ട് നമ്മള് മറ്റൊരു ലോകത്തേക്ക് ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാറ് തരുന്ന മെഡിറ്റേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയിൽ നിന്ന് ഒരല്പമെങ്കിലും വ്യതിചലിക്കണമല്ലോ. അത് കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. അതായത് ഒരു സെക്കൻഡ്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്രയും രീതിയിലേക്കുള്ള മെഡിറ്റേഷൻ ഡീപ്നെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, അല്ലെ? അതെ അതെ അതെ. നോ പ്രോബ്ലം. രാവിലെ മെഡിറ്റേഷൻ വരുന്നുണ്ടല്ലോ സതീഷ്, അല്ലെ? ഓക്കെ. രണ്ടുപേരും ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. മെഡിറ്റേഷനിൽ എത്താൻ പറ്റുന്നില്ല, അല്ലെ? നേരത്തെ ദിവ്യം പറഞ്ഞു വൈബ്രേഷൻ ഉണ്ടാവുന്നു. എത്ര ദിവസമായി സുധീഷ് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് ഇപ്പോ. എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? എന്തിലോട്ട് എത്തുന്നത്? ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ക്യാച്ച് ആവുന്നില്ല എന്നാണോ? ആ യാത്രയിലേക്ക് നിങ്ങൾക്ക്, ആ ജേർണി നിങ്ങൾക്ക് നിങ്ങൾ അക്സെപ്റ്റബിൾ ആവുന്നില്ലെന്നാണോ? അതെ അതെ അതെ. അപ്പൊ ആ സമയത്ത് മൈൻഡിൽ എന്താ സംഭവിക്കുന്നത്?
അപ്പൊ എനിക്ക് മൈൻഡിൽ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉം. അത് അതിന്റെ ഈ പുറകെ പോകും. പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അല്ലല്ല, ആ ചിന്തയുടെ പുറകെ നിങ്ങൾ പോകും. അതെ, ആ ചിന്തകൾ ഇങ്ങനെ ഇടയ്ക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പോ ഈ ഒരു ഇതിലേക്ക് എത്താൻ കഴിയുന്നില്ല. നോ പ്രോബ്ലം. എന്നാൽ ഞാൻ സിമ്പിളായിട്ട് പറയാം, നോ പ്രോബ്ലം, ഒരു വിഷയമില്ല. നിങ്ങൾ തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കൂ. ദ ഡേ വിൽ കം, യു വിൽ ഫോളോ മീ. ഒന്നും പ്രശ്നമാക്കണ്ട. നിങ്ങൾ കണ്ടിന്യൂ ഓക്കെ ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ കൊണ്ടുവന്നോളാം. ഓക്കെ ഓക്കെ സാർ, നിങ്ങളായിട്ട് താങ്ക് യു ഒന്നും സാർ. ചെയ്യണ്ട. നിങ്ങൾ രാവിലെ 5:30 വരുമ്പോൾ ഗുരുവിന്റെ മുമ്പിൽ നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി. ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നാൽ മതി. ഞാൻ ഇരിക്കാൻ പറഞ്ഞ പൊസിഷനിൽ ഇരുന്നിട്ട് എന്താണോ ഞാൻ പറയുന്ന വാക്ക്, ആ വാക്കിനെ അങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ആലോചിക്കുക, ഞാനിപ്പോൾ ദിനേശ് സാറിന് മുമ്പിലായി ഇരിക്കുന്നത്. സാറ് പറയുന്ന വാക്ക് എന്താണോ അത് ഞാൻ കേൾക്കുന്നു, അതുപോലെ ഞാൻ ചെയ്യുന്നു. ബാക്കി അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ പറയാം, അത് എന്നോട് ദിനേശ് സാർ പറഞ്ഞതാണ്, അതാണ് ഞാൻ ചെയ്യുന്നത്. അത്രമാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. കൂടുതലും വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടീവ് ഇല്ല എനിക്ക്. വേണ്ട, അതൊന്നും വിഷയമല്ല. ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യം ആവശ്യമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് വന്നോളും. അതൊക്കെ ഓട്ടോമാറ്റിക് വന്നോളും. ചക്ക പഴുത്തു കഴിഞ്ഞാൽ ഈച്ചകൾ വന്നോളും. ചക്ക പഴുക്കുന്നത് വരെ വിഷയമുള്ളൂ കേട്ടോ. സിമ്പിളായി പറഞ്ഞല്ലോ. ചക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? പഴുക്കുന്നത് വരെ ചക്കയ്ക്ക് ആർക്കും വലിയ കാര്യമില്ല. പഴുക്കുന്നവരെ ചക്ക ആരും വലിയ ബഹുമാനിക്കൊന്നുമില്ല. ചക്ക പഴുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നോളും. എല്ലാ ഈച്ചകളും വന്നോളും, പാറ്റകളും വന്നോളും, മനുഷ്യനും വന്നോളും കേട്ടോ. അതുകൊണ്ട് ആ ചക്കയെ നമുക്ക് പഴുപ്പിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആർക്കും ഇല്ലല്ലോ? എന്റെ അനുഭവം ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഓക്കെ, എനിക്ക് ഇതുകൊണ്ടൊക്കെ എനിക്ക് എന്റെ വീട്ടിൽ പിന്നെ എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്, ആ ഒരു ഇതിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആ ഒരു ഇതിലേക്ക് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ എന്റെ പ്രശ്നം എന്റെ ഫാമിലി പ്രശ്നം തന്നെയാണ്. ഫാമിലിയിൽ അതെനിക്ക് ഇപ്പൊ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഗ്രൂപ്പിലായതിന്റെ പേരിൽ എനിക്ക് പബ്ലിക്കിൽ ഇപ്പൊ അത് ഓപ്പൺ ആക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം. പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഞാൻ ചെയ്യാം. എന്നെ കൊണ്ട് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്യാം. സാറ് ഒരു കാര്യം മാത്രം ചിന്തിക്കുക, സാറിന് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ശരീരമാണ്. ഇതിൽ മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല. അവരോടൊക്കെ സാറേ ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള, ഞാൻ തെളിച്ച് പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം, ഞാനും എന്റെ വൈഫും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ സാർ, നോ പ്രോബ്ലം. അത് അല്ലാതെ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. എന്റെ അത് മെയിൻ മാറ്റർ അത് പൂർണ്ണമായിട്ടും ആശയ്ക്ക് അറിയാം. ഓക്കെ, സോറി സാർ, നമുക്ക് എന്നെ നേരിട്ട് സംസാരിക്കാം. ഓക്കെ സാർ, ഓക്കെ സാർ. സജീവ്, നിങ്ങളല്ലേ എന്നോട് ബന്ധപ്പെടാൻ പറഞ്ഞതല്ലേ? ഓൾറെഡി ഒന്ന് സംസാരിക്കാം. ഒന്ന് കണക്ട് ചെയ്യൂ കേട്ടോ. നമുക്കത് നോക്കാം, നിങ്ങൾ പറഞ്ഞ കാര്യം കേട്ടോ. ഓക്കെ, ഒരു കാര്യം കൂടി. പിന്നെ അതായത് എനിക്ക് മെഡിറ്റേഷനിൽ ഇരുന്ന സമയത്ത് തലയിൽ ഒരു കൂൾ ബ്രീഫ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഒരു കൂൾ ബ്രീഫ് വെച്ചാൽ ഒരു നടുവെന്ന് ഒരു കുത്തുന്ന പോലെ ഉണ്ട്. വന്നിട്ട് ഒരു താമര വിരിഞ്ഞ് തലയിൽ വെക്കുന്ന ഒരു അവസ്ഥ, ഒരു ഫീലിംഗ്. സെന്ററിൽ ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്നതിന്റെ ഒരു ഫീല് ഉണ്ടാകാറുണ്ട്. അതൊരു 10 മിനിറ്റോളം ഇങ്ങനെ തലയിൽ ഒരു തണുപ്പ് പോലെ ഫീല് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരം മൈൻഡൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബോഡി റിജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. നോ പ്രോബ്ലം, കീപ് ഗോയിങ്. അത് ശരിക്കും പറയാൻ പറ്റില്ല. നമുക്കത് ഓരോ വിഷയങ്ങൾ അനലൈസ് ചെയ്തിട്ട് മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കുറെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിന് കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരു ഘടകത്തിൽ വെച്ചിട്ട് എനിക്ക് ഒരു മറുപടി പറയാൻ പറ്റില്ല. കുറേ ഘടകങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കുന്നത് ആയിരിക്കില്ല ശരിക്കും അവിടെ നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ബാക്കി നിങ്ങളുടെ തോട്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോ
അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ബോഡിയും എവരിബഡി ഈസ് എ യൂണിക്. എല്ലാവർക്കും വ്യത്യസ്തമായ കാര്യമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓരോ ആളെയും കൃത്യമായി അനലൈസ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന വൈബ്രേഷൻസ് ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ. ചില ആൾ ശരിക്കും ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. അതായത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ല, അവർ കോൺസെൻട്രേറ്റ് ഒരു സ്ഥലത്ത് ഇരുന്നാൽ അപ്പം ആട്ടം തുടങ്ങും. അത് അവർ അറിയ പോലുമില്ല. ചില ആൾ ഇങ്ങനെ ആടും. അത് ഓരോ ആളുടെയും പ്രത്യേകം. ചില ആൾ ഇങ്ങനെ തലകുത്തി താഴോട്ട് വീഴും. ഇത് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ അത് നമുക്ക് കൃത്യമായി ഒരു ദിവസം അനലൈസ്. നിങ്ങൾ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്നവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഞാൻ നോക്കി പറയാം. കാരണം ഞാനിപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാനും കൂടെ മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെല്ലാം കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വേറെ സമയം കാണേണ്ടി വരും. ആ എനർജിയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ ഔട്ട് ഓഫ് ദ എനർജി നിന്നിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങളുടെ എനർജിയിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി ഇതൊന്നും വ്യത്യാസം. ഓക്കെ, അത് ഞാൻ മെഡിറ്റേഷൻ ക്ലാസ് നാളെ വിശദമാക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മായാദേവിക്ക് ഒന്നും പറയാനില്ലല്ലോ, നമുക്ക് തുടങ്ങാം. സാർ ഇത് പറയട്ടെ സാർ? പറഞ്ഞോ. ഹലോ സാറ്, പറയാവോന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്. അറിയാനുള്ള അല്ല, ഒരു മിനിറ്റ് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. വളരെ ആലോചിച്ചിട്ട് മാത്രമേ പറയാനുള്ളൂ. പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാത്തൂ. അല്ലാത്ത ദയവ് ഇത് പറയരുത്. സംഭവിച്ച കാര്യമാണ് അതെന്ന് വെച്ചാൽ, എന്റെ ഒരു കസിൻ ബ്രദർ, ഞാൻ അന്ന് സാറിനോട് നമ്മുടെ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സുഖമില്ലാതെ കിടക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുറച്ച് റിലേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നോക്കാൻ അങ്ങോട്ട് ഞാൻ അന്വേഷിക്കാറേ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് സുഖമില്ലെന്ന് ഒരാൾ പറഞ്ഞറിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ അദ്ദേഹത്തിന് അതായത് 1 ഓണത്തിന്റെ തലേ ദിവസം വന്നിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോ ഒരു 11 മണിയായപ്പം തോന്നി എനിക്ക് അവിടെ പോണം, ചേട്ടനെ കാണണമെന്ന് തോന്നിയായിരുന്നു. എന്തെന്ന് എനിക്ക് അറിയത്തില്ല സാർ. പക്ഷെ അന്ന് ഞാൻ പോയി അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം അതുവരെ ഇങ്ങനെ ചരിഞ്ഞു കിടക്കെ എന്നെ കണ്ടു, നൂർന്ന് കിടന്ന് സംസാരിക്കോ എന്ന് രണ്ട് വാക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ വന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പം ചേട്ടൻ മരിച്ചു. അത് എനിക്ക് ഭയങ്കര ഒരു അതിശയമാണ്. എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് തന്നെ ഒരു 10 മാസമായി. ഞാൻ അങ്ങോട്ട് തിരിയാറേ ഇല്ല. ഞങ്ങളുടെ ചെറിയൊരു ബന്ധത്തിലൊരു ഇതുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ അവസാന നിമിഷം കാണാൻ പറ്റി. കണ്ടു കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അത് എനിക്കൊരു വലിയ അതിശയം പോലെ തോന്നുന്നത്. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിന്റെ ഇതുകൊണ്ടാണോ എനിക്ക് സംശയമാണ് സാർ. ഞാൻ അതുകൊണ്ട് ഇതോടെ ഷെയർ ചെയ്യുന്നു. താങ്ക് യു. അതെ, ഇത് നമ്മൾ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കുറേ കടമകളും കർത്തവ്യങ്ങളും കർമാസും ഒക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ടേ നമുക്ക് ജീവിതം പൂർണ്ണമാക്കാൻ പറ്റുകയുള്ളൂ. അത് ഒരു വാക്കിലോ അതെങ്ങനെ പറയുക എന്നൊന്നും നമുക്കത് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു പോകാൻ പറ്റുന്ന സാധനമാണോ വെച്ചാൽ അല്ല. അത് കുറേ ഘടകങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലൈഫിന്റെ 60-20-20 പ്രിൻസിപ്പിളാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായത്. 60% നമ്മുടെ കയ്യിലും 20% സമൂഹത്തിന്റെ കയ്യിലും 20% നമ്മുടെ എന്താ പറയുക, കർമ്മ അല്ലെങ്കിൽ മുൻജന്മ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ടൊക്കെ വരുന്ന ഘടകങ്ങളൊക്കെയാണ്. കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ബിയോണ്ട് അവർ കൺട്രോളാണ്. പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവഹിതമായ കുറേ കാര്യങ്ങളുണ്ട്. സോ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനെപ്പറ്റി പറയാൻ നിന്നാൽ ഇപ്പം നമുക്ക് മനസ്സിനെ പറ്റി പറയാൻ പറ്റില്ല. അത്രയും വലിയ സബ്ജക്റ്റാണ്. അതിലേക്ക് ടച്ച് ചെയ്യേണ്ട ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണമില്ലാതെ ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറയുന്ന സംഭവം ലോകത്തുണ്ട്. അത് ഓരോന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഒറ്റ സംഭവം പറയാം. നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഈ 100 പേരും ഇപ്പോൾ ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? ദേർ ഈസ് എ റീസൺ, അല്ലേ? ഒരു റീസൺ ഉണ്ടാവുമല്ലോ. ആ റീസൺ ശരിക്കും നിങ്ങൾക്ക് അറിയോ എന്നാൽ അറിയത്തുമില്ല. എനിക്കറിയോ? എനിക്കും അറിയില്ല. ഒരു കാരണമുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം ഇല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാറില്ല. അപ്പോൾ ഒരാൾ തിരിച്ചു പോകണമെങ്കിൽ ഏതോ കെട്ടിക്കിടക്കുന്ന ഒരു കെട്ടും കൂടി അഴിച്ചാൽ മാത്രമേ സ്വതന്ത്രമാവാൻ സാധിക്കുള്ളൂ. അത് ഏത് കെട്ടാണ് നമുക്കറിയെങ്കിൽ പിന്നെ നമ്മൾ അമാനുഷ്യരായി മാറും, മനുഷ്യരല്ലായി മാറും. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകണ്ട. നമ്മൾ അമാനുഷ്യരാവില്ല, നമ്മൾ മനുഷ്യർ മാത്രമാണ് ആവേണ്ടത്. അപ്പോൾ അതൊക്കെ അതാത് സമയത്ത്
നടക്കേണ്ട രീതിയിൽ നടക്കുമെന്ന് മാത്രം വിശ്വസിച്ച് ആ ദൈവത്തിൽ പൂർണ്ണ, അവിടെയാണല്ലോ നമ്മൾ ദൈവത്തെ പറ്റി പറയുന്നത് അല്ലെ. നമുക്ക് പറ്റാത്ത എന്തോ ഒന്ന് ലോകത്ത് സംഭവിക്കുന്നതിനാ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനാണ് ദൈവം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ദൈവത്തിന്റെ പ്രശസ്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്കും മേലെ അമാനുഷികമായി എന്തോ നടക്കുന്നതിനെയാണ് ദൈവം എന്ന് പറയുന്നത്. അത് ഏത് പേരിട്ട് വിളിച്ചാലും സർവം ഏകമയം അല്ലെ. ലോകം തന്നെ ഒന്നാണ്. ലോകം ഒന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ പല ലോകങ്ങളുണ്ട്, പക്ഷെ ഇതെല്ലാം കൂടി ഒറ്റ യൂണിവേഴ്സ്. അതുകൊണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിനെല്ലാം നാഥനായിട്ടുണ്ട്. ആ നാഥൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ സമയം വന്നില്ല. അപ്പൊ എല്ലാവരും അഡ്മിറ്റ് ചെയ്തോളൂ. നമുക്ക് ഇന്ന് ക്ലാസ്സിൽ കിടക്കാം കേട്ടോ, അല്ലെങ്കിൽ തീരില്ല. സർ, ജലദോഷം വരുന്ന പോലെയുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്ന പ്രശ്നമില്ലല്ലോ? ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജലദോഷം വരുന്നല്ല, എല്ലാവർക്കും ജലദോഷം. ആർക്കവിടെ ജലദോഷം ഇല്ലാത്ത? എല്ലാവർക്കും ഉണ്ട്. മെഡിറ്റേഷൻ അല്ല, ജലദോഷമല്ല, പനിയല്ല, നടുവേദനയല്ല, പല്ലുവേദനയല്ല, കാലുവേദനയല്ല, ശരീരവേദന, എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഇളവും ഞാൻ തരില്ല. രാവിലെ എത്തിക്കോളാം. അല്ല, ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ അല്ലെ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ഇല്ല, അല്ല, എനിക്ക് രാവിലെ ഉണർന്നു പോകുന്നുണ്ട്. സത്യത്തില് ഒരു ഭയങ്കര ഉറക്കം വരുന്ന ആളാണ്. പക്ഷെ 5 മണിയാകുമ്പോ എങ്ങനെയാന്ന് അറിയില്ല. ഞാൻ അലാറം ഒന്നും വെക്കാറില്ല. സ്ഥിരമായിട്ട് 5 മണിന്റെ മുമ്പേ അങ്ങ് ഞെട്ടി ഉണർന്നു പോകും. അത് എനിക്ക് തന്നെ അത്ഭുതം തോന്നുക. ഞാൻ എന്നും ഭയങ്കരമായിട്ട് ഉറങ്ങുന്ന ആളാണ്. പെട്ടെന്ന് അങ്ങനെയല്ല, പെട്ടെന്ന് അങ്ങ് ഉണർന്നു പോകും. എന്തോ ആരും ഉണർത്തുന്ന പോലെ. യെസ്, അതാണല്ലോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളെ വിളിച്ചുണർത്തിയത്. ഒരു രാവിലെ മെഡിറ്റേഷൻ ഒരു ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ എണീപ്പിക്കുമല്ലോ. തീർച്ചയായും ഇല്ല. ജലദോഷമൊക്കെ വരുന്ന സമയത്ത് വിഷയമില്ല. ജലദോഷം വരുന്ന സമയത്ത് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. റെസ്റ്റ് മാത്രം കൊടുത്താൽ മെഡിറ്റേറ്റ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. എനിക്ക് ഉറക്കം തീരുന്നില്ല സർ. രാത്രി 11:30 ആയിപ്പോ. അപ്പൊ മെഡിറ്റേഷന് പ്രശ്നമില്ല. പക്ഷെ പിന്നെ എനിക്ക് ഭയങ്കര എന്താ ഉറക്കം വരിക, തലയൊക്കെ ഒരു വെയിറ്റ് വരുന്ന പോലെയൊക്കെ തോന്നും ഒരു 8 മണിയൊക്കെ ആകുമ്പോ. 11 മണി മാക്സിമം. 11 മണിക്ക് അപ്പുറത്ത് പോകരുത്. ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. ഇത് നിങ്ങൾക്ക് ബാധകം, നിങ്ങൾക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വൈകി ഉറങ്ങുന്നവൻ വേഗം പോകും. വൈകി ഉറങ്ങുന്നവൻ വേഗം പോകും. ഇങ്ങനെ ഒരു വാക്ക് മലയാളത്തിലുണ്ട്. അർത്ഥം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ആരും വൈകി ഉണ്ട്. അതുകൊണ്ട് ഞാൻ 10:30 മണി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉറങ്ങിയിരിക്കും. കാരണം എനിക്ക് വേഗം പോകാൻ താല്പര്യമില്ല. ഉള്ളവർ ആയിക്കോളൂ. ഓക്കെ, കമാൺ. കഴിഞ്ഞു. ഇനി എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവരുകൂടി വൺസ് അഗെയിൻ നമ്മൾ അത് തന്നെ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. എന്താണ് എല്ലാം കഴിഞ്ഞു, ഇതുവരെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആർ യു? യെസ് 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 യെസ്. പറയട്ടെ, എല്ലാവരും നമ്മളെ ക്ലാസ് തുടങ്ങുമ്പോൾ കൃത്യം 100 പേര് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റ് എന്തായിരിക്കാം നമുക്ക് വന്നിരിക്കുന്നത്? ഓക്കെ, കറക്റ്റ്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യമാണല്ലേ. ഇതിനു മുമ്പ് ഇതേ ക്ലാസ് ഇതേ രീതിയിൽ ഇതേ ക്ലാസ് മറ്റൊരു രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ അതും ഇതും തമ്മിൽ വ്യത്യാസമാണ്. അതല്ല ഇത്, ഇതല്ല അത്. ഓക്കെ, നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഉണ്ടോ ഇല്ലയോ? പോരട്ടെ. എനിക്ക് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിക്കില്ല. ക്യാമറ ഓൺ ചെയ്തവർ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് നേരെ നിങ്ങൾ തന്നെ എന്നെ തന്നെയാണ്, ഞാൻ തന്നെയാണ്, ഇത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്ന് വരും. അപ്പം അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യാൻ ശ്രമിക്കുക. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇത്രയൊന്നും ആൾക്കാരല്ല, ഇനിയും കുറേ ഉണ്ട്. അഭ്രപാളിയിലെ പിന്നിൽ നിന്ന് ഇങ്ങനെ ആസ്വദിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. ഇതാണ് നമ്മുടെ ധനു അല്ലേ. ധനു ഓഫീസിലാണ്. രാജേഷ് ശ്രീ ഷർട്ട് ഉപയോഗിക്കുക, കഴിയുന്നത് ഷർട്ട് ഉപയോഗിക്കുക. ഓക്കെ, വെരി ഗുഡ്.
കിച്ചണിൽ പണിയെടുത്തുകൊണ്ട് ജിബീൻ എങ്ങനെ ക്ലാസ് കേൾക്കുകയാണ്. ഇതാണ് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്താലുള്ള ഗുണം കേട്ടോ. ഓരോ ആളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കിട്ടിയെന്ന് വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഇല്ലേ? ആരില്ലേ? എല്ലാവരും ഉണ്ട്. ഓരല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. എല്ലാവരും റെഡിയായി. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാറ്റം ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വശം എവിടെയാണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത്, ഏത് ഭാഗത്താണ്, ഏതിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്ന് ആദ്യം അറിയണ്ടേ? ഏത് കാര്യത്തിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഏതിലാണ് നമ്മുടെ മാറ്റം ആദ്യം വരേണ്ടത്? അതിൻ്റെ പേരൊന്ന് പറഞ്ഞ് പോരട്ടെ. മാറ്റം വരുത്തേണ്ട സാധനത്തിന്റെ പേര്? യെസ് 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 നമ്മുടെ മനസ്സിലാണ്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിലാണ്, നമ്മുടെ ചിന്തയിലാണ്. നമ്മുടെ ചിന്തയും മറ്റും എല്ലാം കൂടി ആകെത്തുകയായിട്ട് നമുക്ക് മനസ്സിനെ പറയാം അല്ലെ. മനസ്സിലെ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ എഴുതി വെച്ചോളൂ, 5 കാര്യം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ, ചെയ്യാൻ പറ്റാത്ത ഒരാളും ഇവിടെ ഉണ്ടെന്ന് പറയരുത്. സാറേ എനിക്കിത് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയാനുള്ള സംഭവമേ ഇല്ല. ഇത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയ സംഭവമല്ല. വളരെ സിമ്പിളായി ഹമ്പിളായി ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിലെ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരായി ചില നിർണായക ഘടകങ്ങളെ മനസ്സിലാക്കി അവയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു മാറ്റത്തിൻ്റെ കാര്യങ്ങളെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ എങ്ങനെ ചെയ്യാം എന്ന് മാത്രം മനസ്സിലാക്കുകയും അതിനെ വളരെ സിമ്പിളായി 5 കാര്യങ്ങളിൽ ഒതുക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തോ ഒന്നിലുള്ള വിശ്വാസമായിരിക്കണം അല്ലെ. നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പേരാണ് മനസ്സിന്റെ ശക്തിയിലുള്ള വിശ്വാസം. മൈൻഡ് പവർ എന്ന് പറയുന്ന സാധനം, മനഃശക്തിയിലുള്ള വിശ്വാസം ഒന്നാമതായി നമുക്കുണ്ടാവണം. വളരെ ക്വിക്കായി പറഞ്ഞു പോകാം, കാരണം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനെ അംഗീകരിച്ചു കൊടുത്താൽ മാത്രം മതി. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലേക്ക് ഇന്നലെ കേൾക്കുന്നു, അത് അംഗീകരിക്കാത്തത് കൊണ്ട് ചിലവർക്ക് നടക്കുന്ന ചില വിഷയങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. മനസ്സിന്റെ ശക്തിയിലുള്ള വിശ്വാസത്തെ ആദ്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സുകൊണ്ട് എന്നെ മാറ്റാൻ എനിക്കാവും. ആ വാക്ക് ഇങ്ങനെ എഴുതി വെച്ചോളൂ. എൻ്റെ മനഃശക്തി കൊണ്ട് എന്നെ മാറ്റാൻ എനിക്കാവും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എപ്പോഴാണോ നമുക്കുണ്ടാവുന്നത്, ആ ഉണ്ടാവലിലൂടെ മാത്രമാണ് നമ്മളിൽ വരുത്തേണ്ട മാറ്റത്തിൻ്റെ, നമ്മൾ വരുത്താൻ പോകുന്ന മാറ്റത്തിൻ്റെ, നമ്മൾ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ ആഗ്രഹത്തിൻ്റെ ആദ്യത്തെ വിത്ത് പാകുന്നത്. മനസ്സ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഉപാധിയായിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോഴും അതിൻ്റെ സമ്പൂർണ്ണ ശക്തി ഉപയോഗപ്പെടുത്തുന്നതിന് ആദ്യം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ആത്മവിശ്വാസം എന്നത്. ഏതവനാണോ അവൻ, ആത്മവിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ, അവനവനിലുള്ള വിശ്വാസത്തെ, അതായത് അവനവന്റെ ആത്മാവിനുള്ള വിശ്വാസത്തെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഏതിലാണ് വിശ്വാസം? ആത്മാവിൽ നമുക്കുണ്ടാവുന്ന വിശ്വാസമാണ് ആത്മവിശ്വാസം. അപ്പൊ ആത്മാവ് എന്താണ്? മനസ്സിന്റെയും അപ്പുറത്ത് കിടക്കുന്ന ഒരു ഘടകമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ അതിൽ നമ്മൾ വിശ്വസിക്കുന്നത്, ഏതിലാണ്? നമ്മുടെ മനസ്സിന് അപ്പുറത്തേക്ക്, മനസ്സിനെയും നിയന്ത്രിക്കുന്ന ആത്മാവിൽ വിശ്വസിക്കുന്നത്, അതിനോട് നമ്മൾ മനസ്സിനെ കൊണ്ടുപോയി കണക്ട് ചെയ്ത് വിശ്വസിപ്പിക്കുന്നത്, അവിടെ മുതലാണ് ആത്മവിശ്വാസം ബിൽഡ് ചെയ്യുന്നത്. ആത്മവിശ്വാസം എങ്ങനെയുള്ള ആത്മവിശ്വാസമായിരിക്കണം നമുക്ക്? എനിക്ക് ഇത് സാധിക്കും, ഞാനിത് ചെയ്യും,
എന്നെ കൊണ്ട് ഇത് സാധ്യമാണ് എന്നുള്ള വിശ്വാസം, അതായത് എനിക്കിത് കഴിയും എന്ന ആശയം മനസ്സിൽ പതിപ്പിച്ചാൽ അത് പിന്നെ നടക്കുന്നത് നമ്മളുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. നമ്മൾ ഒരു വൃക്ഷത്തിൻ്റെ വിത്ത് കൊണ്ടുപോയി അവിടെ നടുമ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? ഈ വൃക്ഷം വളരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? ഈ വൃക്ഷം അവിടെ നിന്ന് മുളപൊട്ടും, വളരും. ആ വൃക്ഷം എത്രത്തോളം വളരുമെന്നൊന്നും നമ്മൾ അപ്പോൾ ആലോചിക്കാറില്ല. അതിൻ്റെ ആലോചനയ്ക്ക് നമുക്ക് അവിടെ പ്രശസ്തിയുമില്ല. നമ്മൾ ഒറ്റ കാര്യമേ വിശ്വസിക്കുന്നുള്ളൂ, ഈ വിത്ത് മുളക്കും. ഇതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുവേ സംഭവിക്കുന്ന കാര്യമാണ്, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കാന്നറിയോ? ഈ ജോലി എനിക്ക് കിട്ടുമോ? കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും അവിടുത്തെ വിഷയങ്ങൾ? എനിക്കിതെല്ലാം കൃത്യമായി ചെയ്യാൻ പറ്റുമോ? എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും? അപ്പോൾ അവരെന്നെ പ്രഷറൈസ് ചെയ്യുമോ? അപ്പോൾ എൻ്റെ കുടുംബജീവിതം താറുമാറാകുമോ? അപ്പോൾ എനിക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരുമോ? ഇങ്ങനെയുള്ള 100 കാര്യങ്ങൾ നമ്മൾ അവിടെ ചിന്തിച്ചുകൊണ്ട് നമ്മളിൽ തന്നെയുള്ള ആത്മവിശ്വാസം നമ്മൾ കെടുത്തിക്കളയും. പകരം സിമ്പിളായിട്ട് ഇത്രേ എടുക്കേണ്ടുള്ളൂ, ഈ ജോലി എനിക്ക് കിട്ടും, ഞാനിതിൽ പെർഫോം ചെയ്യും, ബാക്കിയൊക്കെ വരുന്ന വഴിയാണ്. ഒരു വൃക്ഷത്തിൻ്റെ പറഞ്ഞു, ഒരു വിത്ത് നടുമ്പോൾ വളരെ ചെറിയ വിത്താണ് നടുന്നത്. ആ വിത്ത് നടുമ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇത് വളരും എന്ന് മാത്രം നമ്മൾ വിചാരിക്കുള്ളൂ. അത് ഇനി 1000 വർഷം നിലനിൽക്കുമെന്നോ, അതിൽ 10,000-കണക്കിന് എന്താ പറയുക, അതിലൂടെ 10,000-കണക്കിന് വൃക്ഷങ്ങൾ ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ നാണ്യവിളകൾ നമുക്ക് എത്രത്തോളം കാശുണ്ടാക്കി തരുമെന്നോ, എത്രത്തോളം സ്വാദിഷ്ടമാണെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. അത് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. അപ്പോൾ മനസ്സിന്റെ ശക്തിയിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും പറയൂ, ക്ലിയർ ആണെന്ന് പറയൂ. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാളും സിമ്പിൾ ആക്കണമെന്ന് എനിക്കറിയില്ല. ടൈപ്പ് ക്ലിയർ 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 ക്ലിയർ. അപ്പൊ നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പറ്റുമെന്ന പൂർണ്ണ വിശ്വാസം ആദ്യം ഉണ്ടാക്കുക. എപ്പോഴാണോ എനിക്കിത് പറ്റുന്നില്ലല്ലോ, ഇതെനിക്ക് കിട്ടുന്നില്ലല്ലോ, ഇതെനിക്ക് കിട്ടിയില്ലല്ലോ, ഇതെന്താണ് ഇങ്ങനെ അങ്ങനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടല്ല. അപ്പൊ നാളെ മുതൽ ഇത് പറയുമോ? പരാതി പറയുമോ? നാളെ മുതൽ നിങ്ങൾ പരാതി പറയുമോ? നിങ്ങൾക്ക് നിങ്ങളോടുള്ള പരാതി പറയുമോ നിങ്ങൾ നാളെ മുതൽ? യെസ് യെസ് യെസ്. ഇല്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സഹനശീലം വളർത്തുക. സഹനശീലം വളർത്തുക, ക്ഷമയുണ്ടാവുക, സഹനശീലം വളർത്തുക. എന്താണ് സഹനശീലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനസ്സിന്റെ മാറ്റം ഒരു രാത്രി കൊണ്ടോ ഒരു പകല് കൊണ്ടോ സംഭവിക്കുന്നതല്ല എന്നുള്ള ബോധം അല്ലെങ്കിൽ ബോധ്യം നമുക്കുണ്ടാവുക. അവിടെ എന്താ സംഭവിക്കുന്നത്? സാറേ, ഇന്നലെ മുതൽ ഒരാഴ്ചയായിട്ട് ഞാൻ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എനിക്കൊന്നും കിട്ടിയില്ല. സാറേ, ഒരാഴ്ചയായിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒന്നും കിട്ടിയില്ല. സാറേ, ഞാൻ മൊബൈൽ കുത്തിക്കൊണ്ടേയിരിക്കുന്നു, എനിക്കിത് വരുന്നതേയില്ല. ഇതെല്ലാം സഹനശീലമല്ല. വെയിറ്റ്. പരിവർത്തനം വൈകുന്നതോ അപ്രാപ്യമോ ആയി മാറാം. എന്നാൽ സഹനശീലം നിലനിർത്തുന്നത് ഈ പ്രക്രിയയിലെ വിജയത്തിന്റെ അടിസ്ഥാനപരമായ ഘടകമാണ് എന്നറിയുക. ഏറ്റവും കൂടുതൽ ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുള്ള ഒരു സംഭവമാണത്. പണ്ട് മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ ഞാൻ കുറേ ഇങ്ങനെ അതിനെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ കുറേ ഗ്രാഫുകളിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമ്മൾ എന്തിനെയാണ് മാറ്റേണ്ടത്? മനസ്സിനെ മാറ്റാൻ നമ്മൾ ഒരു സാധനത്തെ മാറ്റാൻ പറഞ്ഞു, അല്ലേ? എല്ലാവർക്കും അറിയാലോ, ടൈപ്പ് ചെയ്ത്. മനസ്സിനെ മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു സാധനത്തെ മാറ്റുകയാണ്. എന്താണ് അതിൻ്റെ പേര്?
പോരട്ടെ? യെസ് യെസ്, കറക്റ്റ് കറക്റ്റ്. ശില്പ, യു സെഡ് ദ സെയിം തിങ്. യെസ്, ചിന്തകളെ മാറ്റുക. അപ്പോൾ മനസ്സിലെ ചിന്തകൾ മാറാൻ കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 21 ദിവസം മുതൽ 66 ദിവസം വരെ എടുക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ കാലയളവിൽ മിനിമം ആയിട്ടുള്ള സഹനം അത് പ്രകടിപ്പിക്കുക, അത് പ്രദർശിപ്പിക്കുക എന്നത് അത്യാവശ്യ ഘടകമാണ്. നിങ്ങൾ എൻ്റെ പുസ്തകം കണ്ടിരുന്നല്ലോ അല്ലേ? എല്ലാം കിട്ടിയവരൊക്കെ ഇത് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്നുള്ള പുസ്തകം. ഇതില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതിന് എഴുതിയതിനൊരു പ്രത്യേകതയുണ്ട്. ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടാണ് ഈ സാധനം എഴുതിയിരിക്കുന്നത്. ടോട്ടൽ 105 ദിവസത്തെ പ്രോസസ്സാണ്. ആദ്യത്തെ 21 ദിവസം ഒറ്റ സംഭവത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അതിൽ പറഞ്ഞ 21 ദിവസവും അത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ജീവിതത്തിന്റെ ഭാഗമായി നിലനിർത്തുക. 21 ദിവസവും പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്, ലവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂല്യത്തെ പറ്റിയാണ് 21 ദിവസം പറയുന്നത്. അടുത്ത 21 ദിവസം പറയുന്നത് വിവേകത്തോടെ ചിന്തിക്കൂ, വിവേകത്തോടെ ജീവിക്കൂ. ചിന്തയിലുള്ള പ്രാധാന്യത്തെ പറ്റിയും എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെ പറ്റിയുമാണ്. അടുത്ത ദിവസം മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നത് 66 ദിവസം വരെ പറയുന്നത് നന്ദിയുള്ളവരായിരിക്കുക, നന്ദി മാത്രമാണ് സംതൃപ്തിയിലേക്കുള്ള വഴി എന്നതാണ്. ഇത് ഓരോ പ്രോസസ്സുകളാണ്. അടുത്ത 4-ാം ഭാഗത്ത്, അതായത് 66-ഉം 80, എന്താ പറയാ, 63 വരുമ്പോൾ 64 മുതൽ 90 എത്രയാണ് നമുക്ക് വരുന്നത്? 84 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത് അടുത്ത 21 ദിവസം മുന്നേ വിട്ടുകൊടുക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. ഗീവ് അപ്പ്. എന്താ വിട്ടുകൊടുക്കുക? നമ്മൾക്കുണ്ടാവുന്ന പല സംഭവങ്ങളെയും വിട്ടുകൊടുക്കുക എന്നതാണ് നമ്മെ കളങ്കരഹിതമായി നിലനിർത്താനുള്ള ഏക പോംവഴി. ഒന്നും സ്ഥായിയല്ല എന്നറിയുക, മാറ്റമാണ് പ്രപഞ്ച സത്യം എന്ന് ഉൾക്കൊള്ളുമ്പോൾ 4-ാമത്തെ ഘടകത്തിലേക്ക് നമ്മൾ എത്തും. ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വളരെ ചിന്തിച്ച് വളരെ പ്ലാൻ ചെയ്ത് വരച്ചതാണ്. അപ്പോൾ മാത്രമേ നമ്മൾ വിട്ടുകൊടുക്കൽ എത്തുള്ളൂ. 66-ന് മുകളിൽ എത്തുമ്പോൾ മാത്രമാണ്, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് സാധ്യമാവുള്ളൂ. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരാഴ്ചയും 2 ആഴ്ചയുമായിട്ട് എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരോട് വിട്ടുകൊടുക്കൂ എന്ന് അംഗീകരിക്കാൻ പറ്റുമോ? അത് സാധ്യമാവില്ല. അപ്പോൾ അതിൻ്റെതായ ചില അസ്വാരസ്യങ്ങൾ സ്വാഭാവികമായി നിങ്ങൾക്കുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യമാണ് മനോഭാവവും വ്യക്തിത്വവും. അവിടെയാണ് നമ്മൾ ക്യാരക്ടറായി മാറുന്നത്. എന്താണ് മനോഭാവം എന്ന് വെച്ചാൽ? ക്യാരക്ടർ അല്ലേ? ആ വ്യക്തിത്വം, മനോഭാവം എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് സെറ്റും വ്യക്തിത്വവും ക്യാരക്ടറും ഫോം ചെയ്യുന്നത് 105 ദിവസങ്ങൾ എടുക്കുമ്പോഴാണ്. പക്ഷെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയൊക്കെ എല്ലാ പഠനങ്ങളും പറയുന്നത്, സൈക്കോളജിക്കലിലെ പഠനങ്ങളെല്ലാം പറയുന്നത് മിനിമം 21 ദിവസം മുതൽ 66 ദിവസത്തിനകത്ത് നമുക്ക് മാറ്റം സംഭവിക്കുമെന്നാണ്. പക്ഷെ ഞാനതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത്, അത് നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണല്ലോ, സ്വാഭാവികമായും നമ്മൾ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. വൈ ലൈക്ക് ദിസ്, വാട്ട് ഈസ് ദിസ്, വൈ ദറ്റ് മൈൻഡ് ഈസ് നോട്ട് ലൈക്ക്, മനസ്സിങ്ങനെയല്ല അങ്ങനെയല്ല. ഇന്ന് ഞാൻ ഒരു ദിവസം കണ്ടില്ലേ, ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എല്ലാത്തിനെയും വിമർശനാത്മകമായാണ് പെരുമാറുന്നത്. ഒരിക്കലും ചോദ്യം പാടില്ല എന്നല്ല, ചോദ്യങ്ങൾ ആവശ്യമാണ്. വിമർശനാത്മകമായി നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം വിമർശനം മാത്രമായിരിക്കും. ഇത് നമ്മുടെ ഭാഷയിൽ എവിടുന്നോ തള്ളിക്കേറി വന്ന ഒരു സ്വഭാവമാണ് എല്ലാത്തിനെയും വിമർശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഗുണമില്ല, ക്യാരക്ടറായി മാറ്റം. അപ്പം ഞാൻ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സഹനശക്തി. അപ്പം 2 കാര്യങ്ങൾ കിട്ടിയല്ലേ? മൂന്നാമത്തെ കാര്യം, താങ്ക് യു ശില്പ, ഗ്രേറ്റ് ബുക്ക്, താങ്ക് യു വെരി മച്ച്. അത് അത്രയും ദിവസത്തെ 1653 ദിവസങ്ങൾ ഞാൻ എഴുതിയ, ഡെയിലി രാവിലെ എഴുതിയ
കാര്യങ്ങളിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള കാര്യമാണ് ആ പുസ്തകത്തിലുള്ളത്. അപ്പോൾ എന്തായാലും അതിൽ ഏറ്റവും കാമ്പുള്ളത് മാത്രമേ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പുറത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധാലുവായ സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതുപോലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. നേരത്തെ ഞാൻ വിജിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് മൈൻഡ്ഫുൾനെസ്, അവധാനത. അവധാനം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ മനസ്സിന്റെ മാറ്റം ലക്ഷ്യം എഴുതി വെച്ചല്ലോ അല്ലേ, മൈൻഡ്ഫുൾനെസ് എന്നാണ്. മനസ്സിന്റെ മാറ്റം ലക്ഷ്യബോധത്തോടെ പ്രാപ്യമാക്കണമെങ്കിൽ ശ്രദ്ധ എന്നത് എപ്പോഴും ശരിയായ ദിശയിൽ നയിക്കുന്ന ശക്തിയായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ശ്രദ്ധ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് എനിക്ക് നേടേണ്ടത്, എന്താണ് എനിക്ക് ലഭിക്കേണ്ടത്, ഞാൻ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, സിമ്പിളായി ചോദിച്ചോട്ടെ, നിങ്ങൾ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങളോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത് എന്ത് ലഭിക്കാനാണ്? വാട്ട് ഈസ് യുവർ പർപ്പസ്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഇതൊന്ന് എഴുതിയ നിങ്ങൾ. വൈ യു ആർ സിറ്റിംഗ് ഹിയർ? ദർ ഇസ് സംതിങ്. ഒരു പർപ്പസ് ഇല്ലാതെ നമ്മളൊന്നും ചെയ്യരുതല്ലോ, ഒരു റീസൺ ഉണ്ടാവും. അതൊന്ന് നിങ്ങൾ എഴുതിയേ. എന്തോ ഒരു കാര്യത്തിനാണ്. ടു ചേഞ്ച് മൈസെൽഫ്, ടു വെയർ. അത് കറക്റ്റാണ്. ടു ചേഞ്ച് മൈസെൽഫ് എന്ന് പറയാം, എന്നെ മാറ്റപ്പെടുത്തണം. എങ്ങോട്ടാണ് നമുക്ക് മാറ്റപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇത് യാഥാർത്ഥ്യമാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മാറ്റം മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എങ്ങോട്ട് മാറണു, എന്തായി മാറണം എന്നത് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ഞാൻ പറയാറില്ല അല്ലേ, ഈ നല്ലൊരു ജീവിതം, പോസിറ്റീവ്നെസ്, മാറ്റം വേണം, ഇതൊക്കെ കോമൺ പ്രക്രിയയാണ്, ഇതെല്ലാം ആക്സെപ്റ്റബിൾ ആണ്. പക്ഷേ എന്താണ് നിങ്ങൾ ആരായിത്തീരണം? നിങ്ങൾക്ക് there is anything particular point you want to reach? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റ് ഉണ്ടോ നിങ്ങൾക്ക് എത്താനായിട്ട്? ഹാപ്പിനെസ് വേണം, ഓക്കെ, ദാറ്റ് ഈസ് കോമൺ തിങ്സ്. ഹാപ്പിനെസ് കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ ഫണ്ടമെന്റലായി ചിന്തിച്ച് ചെറിയ പോയിന്റ് ആയിട്ട് മാറ്റപ്പെടുത്തണം. എനിക്ക് ഇന്നതൊക്കെ ആയിത്തീരണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദാറ്റ് ഈസ് സംതിങ്, അങ്ങനെയുള്ള നിങ്ങൾ ആരെങ്കിലുമൊക്കെ മോഡലൈസ് ചെയ്യുക. എനിക്ക് ഇന്ന ആളെ പോലെ ആവണം. അപ്പോൾ അയാളുടെ ക്യാരക്ടറിലുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളെ ജീവിതത്തെ നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുകയും ചെയ്യും. ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് ഇത് ചെയ്യിപ്പിക്കാം. ഇതിനു മുമ്പ് ചെയ്തതാണെന്ന് തോന്നുന്നു, നമുക്ക് ഒന്നുകൂടി ചെയ്യിപ്പിക്കാം. അതിനകത്ത് മില്യനിയർ ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് വൈഡ് റേഞ്ച് ഓഫ് തിങ്സ് ആണ്. മില്യനിയർ ഇൻ വാട്ട്? മണിയാണോ മില്യൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെൽത്തിന് ഏത് എക്സ്റ്റെൻറ്റിലാണ് പോകുന്നത്? അങ്ങനെ കുറെ ഡെഫിനിഷൻ വേണം. ഞാൻ പറയാം, എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കാര്യങ്ങളായിരുന്നു എൻ്റെ ലക്ഷ്യം. ഐ വോണ്ട് ടു ബിക്കം ദിസ് തിങ്സ്. ആ പോയിന്റിലേക്കാണ് ഞാൻ കൃത്യമായി വന്നത്. ആ പോയിന്റിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പോയിന്റ് മാത്രമാണ് എൻ്റെ ഓരോ ദിവസത്തെ പ്രവർത്തനത്തിലും ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഇന്നത്തെ കാര്യത്തിൽ എനിക്കാവേണ്ട 5 ഘടകങ്ങൾ ഏതിനാണ് ഞാനിന്ന് ഫോക്കസ് ചെയ്തത്? അതിന് ഏത് ഘടകങ്ങളെ ഇന്ന് എനിക്ക് ഉയർത്താൻ പറ്റി? അതാണ് വളരെ കൃത്യമായിട്ടുള്ള നമ്മൾ ഡെഫിനിഷൻ. സോ ആ ഹെഡിങ് കറക്റ്റായി മാറണം. രഞ്ജിത്ത് പറഞ്ഞ പോലെ ഐ വോണ്ട് ടു ബിക്കം എൻ സക്സസ്ഫുൾ HR പേഴ്സൺ എന്ന വാക്കിനർത്ഥം ഐ ആം എൻ HR പ്രൊഫഷൻ, അല്ലെങ്കിൽ ഐ ആം എൻ HR മാനേജർ എന്ന ഹെഡിങ്ങിലേക്ക് നമുക്ക് എപ്പോഴാണോ സ്വയം എത്താൻ പറ്റുന്നത്, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ വേണം നമ്മൾ നിർണ്ണയിക്കുക. ഇപ്പം നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കുന്ന ക്ലാസ് അല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതാണ്. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ആൻ പോസിറ്റീവ് തിങ്കർ. എല്ലാത്തിനെയും ബി ആൻ പോസിറ്റീവ് തിങ്കർ. മായാദേവി, യു സെഡ് ഈസ് വെരി ഗുഡ്. സാറിനെ പോലെ ഒരു മെന്റർ. വെരി ഗുഡ്, താങ്ക് യു.
ബി ആൻഡ് പോസിറ്റീവ്. നമ്മൾ ഏത് കാര്യത്തിനെയും മനസ്സിനെ മാറ്റപ്പെടുത്താനാണ് നമ്മൾ തീരുമാനിച്ചിറങ്ങിയെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ഞാൻ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുക. ഇന്നത്തെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും നാളെ നമ്മുടെ ജീവിതത്തെ നിർണയിക്കുമെന്നാണ് പറയുന്നത്, അല്ലെ? ഇന്നത്തെ എൻ്റെ ചിന്തയും വികാരവും എൻ്റെ നാളുകളെ തീരുമാനിക്കും. ഇതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നാളുകളെ തീരുമാനിക്കണമെങ്കിൽ, നാളുകളെ നന്നായി മാറ്റണമെങ്കിൽ, നാളുകളെ സമൃദ്ധമാക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഇന്നത്തെ എൻ്റെ ചിന്തയും വികാരവും അതാക്കി തീർക്കണം. മനസ്സിലായോ? വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ എളുപ്പവുമാണ്, എന്നാൽ നമ്മളൊട്ട് ചെയ്യാത്തതുമായ കാര്യം, അല്ലേ? ഇപ്പോഴും പിടിച്ചു നിൽക്കും അത് തന്നെ, പഴയത് തന്നെ. അപ്പോൾ നമ്മൾ വളർത്തുന്ന നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഭാവിയെ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കുണ്ടാവുന്ന ചിന്തകളെ പരിപോഷിപ്പിക്കുന്നതിന് ഇടയായ ആഴത്തിലുള്ള ഉദ്ദേശത്തിലേക്ക് നമ്മൾ എടുത്തു ചാടും. എന്താവണോ അതിൽ പോയി ചാടും. വെള്ളം കണ്ടാൽ, നല്ല വെള്ളം കണ്ടാൽ ചാടാൻ കൊതിക്കുന്നത് പോലെ നല്ല ചിന്തകൾ ഉണ്ടായാൽ, നല്ല ചിന്തകളുടെ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. നല്ല ചിന്തകളാകുന്ന ഒരു കുളത്തിലേക്ക്, പോസിറ്റീവായ ചിന്തകൾ നിറച്ച ഒരു കുളത്തിലേക്ക് ഏതൊരാൾക്കും, അപ്പോൾ എന്തായിരിക്കും? വളരെ നല്ല നല്ല ക്ലിയർ ഉള്ള, നല്ല ക്ലാരിറ്റിയുള്ള, നല്ല വെളിച്ചമുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുളത്തിലേക്ക് ഏതൊരാൾക്കും ചാടാനുള്ള തോന്നലുണ്ടാകുന്നത് പോലെ നമ്മൾ പോസിറ്റീവായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ എന്നിലേക്ക് ചാടുന്നത് പോലെ നിങ്ങൾക്ക് അവരവരിലേക്ക് ചാടാൻ സാധിക്കും. അവരവരിലേക്ക് എല്ലാവർക്കും അങ്ങനെ ആവാൻ സാധിക്കും. ഇതാണ് പോസിറ്റീവ് തോട്ടിന്റെ പ്രത്യേകത. ഇതെല്ലാവർക്കും സാധ്യമാകുമോ ഇല്ലയോ? എവരിബഡി ക്യാൻ ഡു ദിസ്. എല്ലാവർക്കും സാധ്യമാകുമോ? യെസ് ഐ കാൻ എന്ന് പറയൂ. യെസ് ഐ കാൻ എന്ന് പറയൂ. യെസ് ഐ കാൻ എന്ന് പറയൂ. പെട്ടെന്ന് തീർക്കാൻ ഒറ്റ പോയിന്റേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ഐക്കാൻ നമ്മൾ അഡ്മിനെല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കണം. ഈ ഐക്കാൻ എന്ന് പറഞ്ഞവർ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ ഏത് രീതിയിലാണ് ഇത് പറയുന്നതെന്ന് ചോദിക്കണം. സാറേ ഇന്നലെ ആ പ്രശ്നം നടന്നു സാറേ, എൻ്റെ വീട്ടിലേക്ക് എന്താ പറയുക, കോഴിയെ കാണലില്ല സാറേ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇനി ഇത് സാധ്യമാകും. ഇതൊക്കെ അപ്പൊ ഞാൻ ഇത് മാത്രം പറഞ്ഞു പോയാൽ മതിയോ? അല്ലേ, എൻ്റെ കോഴ്സിനെ പറ്റി പറയണ്ടേ അല്ലേ? ഇതിങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇതൊക്കെ എവിടെയാണ് കൃത്യമായി പ്രോഗ്രാം ചെയ്യുന്നത്? ഇത് എവിടെ വെച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? എവിടെയാ വെച്ചാ പഠിപ്പിക്കുന്നത്? അതും കൂടി പറയണ്ടേ? ഇല്ലെങ്കിൽ എന്താ പരിപാടിയല്ലേ? ഇത് എവിടെയാണെന്ന് പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് കോഴ്സിലാണ് ഞാനിത് ഇങ്ങനെ ഈ ചിന്തകളെയും മനസ്സിനെയും മാറ്റപ്പെടുത്താൻ പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾക്ക് ആ കോഴ്സിന്റെ പേര് പറയാൻ പറ്റുമോ? കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ പലരും ജോയിൻ ചെയ്ത കോഴ്സ് തന്നെയാണ്. അല്ല, അവിടെ അതില്ല. യെസ്, അതിന്റെ പേര് ഫുള്ള് കിട്ടുന്നില്ല അല്ലേ? കറക്റ്റ്, രഞ്ജിത്ത് യു സെഡ് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ്. എന്തുകൊണ്ടാണ് ആ പേര് എന്നറിയോ? മനസ്സിലെ മാറ്റത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ഒറ്റ നിർവചനത്തിന് മുകളിലാണ് ജേർണി ടു ഹാപ്പിനെസ് കംപ്ലീറ്റ് ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം മനസ്സെന്താന്ന് പഠിപ്പിക്കും, അതിന് മനസ്സിനെ എങ്ങനെ മാറ്റപ്പെടുത്താൻ നിൽക്കും, മനസ്സിലെ കുറേ മാലിന്യങ്ങൾ എടുത്തു കളയാൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് പഠിപ്പിക്കും, എങ്ങനെയാണ് നിങ്ങൾ ചിന്തകൾ പോകേണ്ടതെന്ന് പഠിപ്പിക്കും, എങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പഠിപ്പിക്കും. അല്ലേ? അത് ജോയിൻ ചെയ്തവർക്ക് ഇപ്പം തന്നെ
വലിയ ചേഞ്ചസുകൾ അവരവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ജേണി ടു ഹാപ്പിനെസ് എന്ന കോഴ്സിലാണ് ഇത് വളരെ വിശദമായി പഠിപ്പിക്കുന്നത്. ഇതിനൊരു പോയിന്റ് കൂടി പറയാനുണ്ട് കേട്ടോ, ഇടയിൽ വെച്ച് പറഞ്ഞു പോകും, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നവർ ആ ഭാഗത്ത് കട്ട് ചെയ്ത് മിസ്സായി പോകേണ്ട. ഒരു കാര്യം കൂടി അഡ്മിൻ എന്നോട് പറയാൻ പറഞ്ഞിരുന്നത് ഞാൻ മറന്നുപോയി. ഈ കാര്യത്തിൽ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടാണ് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ വീഡിയോ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർക്കും, ബെൽ ബട്ടൺ അമർക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബ് അതിനെ മുഴുവൻ സ്പാം ആക്കി മാറ്റിക്കളയും. അതുകൊണ്ട് എൻ്റെ ചാനലിൽ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതായത് സ്പാമായ സബ്സ്ക്രിപ്ഷൻ മാത്രം 6384 സബ്സ്ക്രിപ്ഷനാണ് സ്പാം ആയിപ്പോയത്. കുറച്ച് ചെറുതൊന്നുമല്ല സംഖ്യ, ഒരുപാടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സമയം ആകുമ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് അടിച്ചാൽ മതി. നിങ്ങൾ ഇതുവരെ അടിക്കാത്തവർ ഈ സമയത്ത് അതിന് സബ്സ്ക്രൈബ് അടിക്കുമ്പോൾ നല്ല സമയമായി. അപ്പോൾ യൂട്യൂബ് പൂർണ്ണമായിട്ട് അത് സ്പാം ചെയ്യില്ല. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. ആ എനേബിൾ ചെയ്തവരുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണിയാകുമ്പോഴേക്കും ഇന്നത്തെ ക്ലാസ് നാളെ രാവിലെ നിങ്ങളുടെ അടുക്കളയിൽ എത്തുന്നു. അടുക്കളയിൽ ചായ വെക്കുന്നതും ക്ലാസ് എത്തുന്നതും ഒന്നിച്ചാണ്. അതുകൊണ്ട് സുഖമായി നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റുന്നു. അത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തവർക്ക് മാത്രമേ ആ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ക്ലാസ് രാവിലെ തന്നെ കണ്ടിട്ട് ഉന്മേഷത്തോടെ നിൽക്കണം എന്ന് ആഗ്രഹം അല്ലേ? എൻ്റെ ക്ലാസ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? എന്തോ ഒരു സാധനം നിങ്ങൾക്ക് ലഭിക്കുന്നല്ലേ ക്ലാസ് രാവിലെ കൊള്ളുമ്പോൾ? എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്താണ് ലഭിക്കുന്നതിൻ്റെ പേര് ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, കോൺഫിഡൻസ് ആവാം, ഹാപ്പി ആവാം അല്ലേ? പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം എനർജി ആവാം. നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് അത് പറയും. അത് വേണമെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ മോട്ടിവേറ്റിനോ ഹാപ്പിയോ എനർജിയോ കോൺഫിഡൻസോ സന്തോഷമോ സ്നേഹമോ ഒക്കെ ലഭിക്കും. ഇവിടെ ഒരു സാധനമാണ് തീരെ തരാത്തത്. ഒരു കാരണവശാലും എൻ്റെ കയ്യിൽ ഇല്ലാത്ത, എവിടെയോ തപ്പി നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് ദുഃഖം, സങ്കടം എന്ന് പറയുന്നത്. ഇത് രണ്ടും എനിക്ക് തരാൻ എൻ്റെ കയ്യിലില്ല. ബാക്കി നമുക്ക് എല്ലാം എൻ്റെ കയ്യിലൂടെ തരാനുണ്ട് കേട്ടോ. അത് വേണ്ടവരാണെങ്കിൽ സോറി, എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കാൻ നോക്കുക. അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 5-മത്തെ ഒരു കാര്യം കൂടി പറയണമല്ലോ. ഇതൊക്കെ ചെയ്താൽ മതിയോ? 4 കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ. 5-മത്തെ ഒരു കാര്യത്തിൻ്റെ പേരാണ്, എന്തായിരിക്കും? ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ മറക്കാതെ എന്താ ചെയ്യേണ്ടത്? സ്റ്റിക്ക് ഓൺ യുവർ റുട്ടീൻ. നിങ്ങളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ സാധനകൾ, റുട്ടീൻസ് സ്റ്റിക്കായി നിൽക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞതെല്ലാം ഒരു സിസ്റ്റം, റുട്ടീനാണല്ലേ? റുട്ടീനായിട്ട് പോകുന്നു. എന്താണോ നിങ്ങൾ പിന്തുടരുന്ന റുട്ടീൻ, അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. കാരണം 21 ദിവസവും 66 ദിവസവും ഒക്കെ ഒരേപോലെ നടന്നാൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ. ഇന്ന് ചെയ്തു, നാളെ സമയമില്ല, മറ്റന്ന് ചെയ്തു, പിറ്റേ ദിവസം ഓണം, പിറ്റേ ദിവസം യാത്രയാണ്, പിറ്റേ ദിവസം ബന്ധു വീട്ടിലെ കല്യാണമാണ്, അടുത്ത വീട്ടിലെ പിറ്റേ ദിവസം വീട്ടിലെ മരണച്ചടങ്ങാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം നിൽക്കത്തില്ല. ഇപ്പൊ നേരത്തെ രാധിക പറഞ്ഞ പോലെ എന്തു തന്നെ ആയാലും ഞാനിത് ചെയ്യും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇത് സാധ്യമാകും. അപ്പൊ മാറ്റം വരുത്തുന്നതിന് ആദ്യം അതേക്കുറിച്ചുള്ള കൃത്യമായ ഒരു ആചാരം അല്ലെങ്കിൽ റുട്ടീൻ രൂപപ്പെടുത്തുക. അതുകൊണ്ടാണ് രാവിലെ 5:30 മണിക്ക് എഴുന്നേൽക്കാൻ പറയുന്നത്, അഫർമേഷൻ ചെയ്യാൻ പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറയുന്നത്, നടക്കാൻ പറയുന്നത്, എല്ലാ ദിവസത്തെ വാക്കിങ്ങിനെ പറ്റി പറയുന്നത്, എക്സസൈസിനെ പറ്റി പറയുന്നത്. ഇതെല്ലാം റുട്ടീൻ സിസ്റ്റത്തിലാണ്. പ്രാർത്ഥനയെ പറ്റി പറയുന്നത്, നിസ്കാരത്തെ പറ്റി പറയുന്നത്, അമ്പലത്തിൽ പോകുന്നതിനെ പറ്റി പറയുന്നത്, കുളിച്ച് കുറി തുടങ്ങുന്നതിനെ പറ്റി പറയും. ഇതൊക്കെ നമ്മുടെ ഒരു റുട്ടീൻ സിസ്റ്റമാണ്. ആ റുട്ടീൻ കൃത്യമായി ഫോളോ ചെയ്യുക. അപ്പോൾ ഓരോ ദിവസവും ചെറിയ ചെറിയ രീതിയിലുള്ള ആത്മസമന്വയം അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ പ്രയോഗിച്ച് വ്യത്യസ്തങ്ങളായ ശരിയായ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ വാക്ക് ശരിക്കും ശ്രദ്ധിക്കുക.
ഓരോ ദിവസവും ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി വ്യത്യസ്തങ്ങളായ ശരിയായ പ്രവർത്തനങ്ങൾ, ഒരേ പ്രവർത്തനമല്ല. ഇന്ന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് നടക്കാൻ പോയതെങ്കിൽ ആ 6 മണിക്കത്തെ നടത്തം പതുക്കെയാണെങ്കിൽ നാളെ നിങ്ങൾ 6 മണിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ നടക്കുകയല്ല വേണ്ടത്, ഓടുകയാണ് വേണ്ടത്. അതാണ് വ്യത്യസ്തങ്ങളായ ശരിയായ പ്രവർത്തനങ്ങൾ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ ഇന്നലെ നിങ്ങൾ സൂര്യ നമസ്കാരമാണ് ചെയ്തതെങ്കിൽ നാളെ അതേ സമയത്ത് ശരീരത്തിന് മറ്റൊരു ഇതാണ് നൽകേണ്ടത്. അതേ സ്റ്റെപ്പ് ആവരുത്. ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതുമായി താതാത്മ്യപ്പെടുകയും അത് ഒരു എക്സസൈസ് ആവാതെ, ഒരു റുട്ടീൻ ആവാതെ, ഒരു സാധനയാവാതെ മാറുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പതുക്കെയാണ് ചൊല്ലിയതെങ്കിൽ നാളെ നിങ്ങൾ ശബ്ദം കൂട്ടി ചൊല്ലുക, മാറ്റം കൂടി ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിന്റെ നീണ്ട കാലമായിട്ട് പ്രവർത്തനം അല്ലെങ്കിൽ ശീലമാക്കി മാറ്റി നമുക്ക് അനുയോജ്യമായ പുതിയ രീതിയിലേക്ക് വളരാൻ നമ്മളെ സഹായിക്കുന്ന ഘടകമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, മനസ്സിലെ മാറ്റം എപ്പോഴും വൈകിയേക്കാം, പക്ഷെ അത് ഒരു പക്ഷേ ഏറ്റവും പൂർണ്ണമായ വിജയത്തിൽ എത്തിക്കാൻ മാർഗമാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കിത് ഒരുപാട് 1, 2, 3 തവണ വീഡിയോ കാണുക, എന്നിട്ട് ശരിക്കും മനസ്സിലാക്കി വെക്കുക, എഴുതി തയ്യാറാക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പോവാം. എക്സസൈസ് കഴിഞ്ഞ് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചതിന് യഥാർത്ഥത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക എക്സസൈസ് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യാനാണ്. അപ്പോൾ കൂടുതൽ ഫലം കിട്ടുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നു. ബാക്കിയുള്ളത് നമുക്ക് കണ്ടറിയാം. ഒരു കോൾ വന്നുകൊണ്ടിരിക്കുന്നു, ഞാനൊന്ന് എടുത്തോട്ടെ.